ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി റൈസിൻ്റെ റെസിപ്പിയാണ്. സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കും ജോലിക്ക് പോകുന്നവർക്കൊക്കെ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി കൊടുത്തു വിടാൻ പറ്റിയ ഈസി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി റൈസിൻ്റെ റെസിപ്പിയാണ്. ഇതുപോലെയാണ് റൈസ് തയ്യാറാക്കുന്നതെങ്കിൽ മുട്ടയോ ഇറച്ചിയോ ഒന്നും തന്നെ വേണ്ടി വരത്തില്ല. ഇതൊന്നും ഇല്ലെങ്കിലും ചോറ് മാത്രം കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം. ഞാനിവിടെ ഈ ഒരു റൈസ് തയ്യാറാക്കുന്നത് കുക്കറിലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കുക്കർ സ്റ്റവിലേക്ക് വെച്ച് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇതിന് ഒരുപാട് ഫ്ലെയിം വേണ്ടാത്തതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇത് ലോ ഫ്ലെയിമിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു നെയ്യ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിൻ്റെ കൂടെ തന്നെ ഒരു 2 സ്പൂൺ അളവിൽ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മണമില്ലാത്ത ഏത് ഓയിലായിരുന്നാലും കുഴപ്പമൊന്നുമില്ല. 2 സ്പൂൺ അളവിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 15 ml സ്പൂണിൽ 2 സ്പൂൺ അളവിലാണ് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത്. സാധാ സ്പൂൺ ആണെന്നുണ്ടെങ്കിൽ 4 സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ഏലക്ക, ബേ ലീഫ്, കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഗ്രാമ്പും പട്ടയും കൂടെ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കണമെന്നുള്ളവർക്ക് അത് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ അത് ഇട്ട് കൊടുക്കുന്നില്ല. അതിന് പകരം ഗരം മസാലയുടെ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 5-6 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളി മുഴുവനാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇഞ്ചി മാത്രമേ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇനി ഇതിലേക്കൊരു ചെറിയ സവോള ഇതേ രീതിയിലൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഇതുപോലെ 1.5 സ്പൂൺ അളവിൽ സാമ്പാർ പരിപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് 1.5 സ്പൂൺ അളവിൽ മുഴുവനായിട്ടുള്ള ഉഴുന്നും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ഒന്നിച്ച് ഈ ഒരു നെയ്യിലും എണ്ണയിലും കിടന്ന് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ആ ഒരു ചോറിന് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി ഇതിലേക്കൊരു 4 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. എരിവ് വേണമെന്നുള്ളവർക്ക് അത് കീറിയിട്ട് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ മുഴുവനെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ മണം മാത്രം മതിയെന്ന് കരുതിയിട്ടാണ്. ഇനി ഇതിലേക്ക് ഒരു ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ കുറച്ച് വലിപ്പത്തിലാണ് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നത്. പിന്നെ നേരത്തെ തന്നെ നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു 1.5 മണിക്കൂർ നേരത്തേക്ക് കുതിർത്ത് വെച്ചിരുന്ന ഗ്രീൻ പീസ് ആണ് ഇതിലേക്ക് വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/4 സ്പൂൺ അളവിൽ ഗരം മസാല പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഒരു മഞ്ഞ കളറിൽ ചോറ് ഇരിക്കണമെന്നുള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നില്ല. വെള്ള കളറിൽ തന്നെ മതിയെന്ന് കരുതിയിട്ടാണ്. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിൽ ഇനി വേണമെന്നുണ്ടെങ്കിൽ ക്യാരറ്റും ക്യാപ്സിക്കും ഒക്കെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഇതെല്ലാം എണ്ണയിൽ കിടന്ന് നല്ലപോലെ ഒന്ന് മൂത്ത് വരുമ്പോൾ നല്ലൊരു മണമൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. അരി ചെറിയ അരിയോ വലിയ അരിയോ ഏതായിരുന്നാലും കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ചെറിയ അരിയാണ്. ഈ അരി നല്ലപോലെ കഴുകിയതിന് ശേഷം അതിൻ്റെ വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിരുന്നതാണ്. ഇനി ഇത് വേവാനായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് ഈ ഒരു അരി എടുത്തിട്ടുള്ള അതേ കണക്കനുസരിച്ച് ആ ഒരു പാത്രത്തിൽ തന്നെ 2 പാത്രം വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇനി ഇത് ഹൈ ഫ്ലെയിമിൽ ഇട്ട് വെച്ചിട്ട് അടപ്പ് വെച്ച് അടച്ചതിന് ശേഷം ഞാനൊരു 2 വിസിലാണ് അടുപ്പിച്ചിട്ടുള്ളത്. എൻ്റെ കുക്കറിന് 2 വിസിൽ അടുപ്പിക്കേണ്ടി വന്നു. ഓരോരുത്തരുടെ കുക്കറിന് പഴയതും പുതിയതൊക്കെ അനുസരിച്ചാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നോക്കിയിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നല്ല കറക്റ്റ് പരുവത്തിന് എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി റൈസാണ് റെഡിയായി കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.